കാശി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവർ ആരാണല്ലേ ഉണ്ടാകുക? മരണം ആഘോഷിക്കപ്പെടുന്ന മനുഷ്യർ ഇത്ര നിസ്സാരനാണെന്ന് തിരിച്ചറിവ് നൽകുന്ന ആ ഗംഗയുടെ തീരം സന്ദർശിക്കാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. മനുഷ്യജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കൊണ്ട് ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഗംഗാ സ്നാനം ചെയ്ത് കയറി വരുന്ന പുതിയ മനുഷ്യരെ എതിരേൽക്കുകയാണ് കാശി. അവിടെ നിന്ന് കുറച്ചു ദൂരം ചെന്നാൽ കാശി വിശ്വനാഥ ക്ഷേത്ര സന്നിധിയിലെത്താം. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉത്തരേന്ത്യയിലെ കാശിയുടെ വിശേഷണങ്ങളാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലും ഇങ്ങനെ ഒരു കാശി സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നല്ലേ? അത് നമ്മുടെ കണ്ണൂരിലാണ്, ബാവാലിപ്പുഴയുടെ തീരത്ത്. ഇന്ന് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കാശി, അതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ പ്രസിദ്ധ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നടക്കുന്ന വൈശാഖ മഹോത്സവത്തിലാണ് വിശ്വാസികൾ കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. കൊട്ടിയൂരിലെ പുണ്യനദിയായ ബാവാലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പുഴയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടാകാറുണ്ട്. അതേസമയം വടക്കുഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ കാലത്ത് മാത്രമാണ് പൂജ നടക്കുന്നത്. അന്നാണ് നിരവധി ഭക്തർ മഴ നനഞ്ഞ് കൊട്ടിയൂരപ്പനെ കാണാനെത്തുക. ഇവിടെയാണ് മൂലക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതീദേവി അമ്മാറയ്ക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ. ബാക്കി കാലത്ത് ഇക്കരെ കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക. ഇക്കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല. ദക്ഷിണ കാശിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കിയാലോ? ഇനി പറയുന്നത് അതാണ്. പാർവതീദേവിയുടെ മുൻജന്മമായ സതിയുടെ പിതാവ് ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണത്രേ കൊട്ടിയൂർ. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്നു എന്ന് വിശ്വസിക്കുന്ന ഇവിടം സന്ദർശിക്കുന്നത് പുണ്യപ്രവൃത്തിയായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. ശിവന്റെയും സതിയുടെയും ജീവിതത്തിലെ ഒരു സുപ്രധാന ഏടാണ് ദക്ഷയാഗം. പിതാവിന്റെ എതിർപ്പിനെ മറികടന്നായിരുന്നു സതീദേവി ഭർത്താവായി പരമശിവനെ സ്വന്തമാക്കുന്നത്. മകളുടെ ഈ പ്രവൃത്തിയിൽ പിതാവ് കോപിഷ്ഠനായിരുന്നു. അങ്ങനെ ഒരു നാളാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവ്വ ഐശ്വര്യം നേടാനായി യാഗം നടത്തിയത്. ദക്ഷൻ യാഗം നടത്തുന്നുവെന്ന കാര്യം അറിഞ്ഞതു മുതൽ തന്നെ അവിടേക്ക് പോകണമെന്ന് സതിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. പരമശിവനോട് ആ ആഗ്രഹം സതി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ക്ഷണിക്കാത്ത യാഗത്തിന് പോകേണ്ട എന്നായിരുന്നു ശിവൻ സതിയോട് പറഞ്ഞത്. പക്ഷേ സതി അത് കേൾക്കാൻ കൂട്ടാക്കിയതേയില്ല. തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ സതി തീരുമാനിച്ചു. കൈലാസത്തിൽ നിന്നും ഇറങ്ങിയ സതിയോട് ശിവൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി: അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം. പക്ഷേ തന്നെ വളർത്തി വലുതാക്കിയ പിതാവിലുള്ള വിശ്വാസം അവളെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ക്ഷണിച്ച അതിഥികളുടെ കൂട്ടത്തിൽ ക്ഷണിക്കാത്ത അതിഥിയായി സതിയും യാഗം നടക്കുന്ന ഇടത്തെത്തി. എന്നാൽ സതിയെ കണ്ട ദക്ഷന്റെ പെരുമാറ്റം വിചിത്രമായിരുന്നു. പുലിത്തോലൊടുത്ത് കഴുത്തിൽ നാഗത്തെ അണിഞ്ഞു ജീവിക്കുന്ന നായാടിയുടെ കൂടെ പോയ തൻ്റെ മകളെ ആ പിതാവ് ആ വേദിയിൽ വെച്ച് അപമാനിച്ചു. ഭർത്താവിനെ സ്വന്തം പിതാവ് തിരസ്കരിക്കുന്നതും അപമാനിക്കുന്നതും കണ്ടു നിൽക്കാനാകാതെ സതി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു. സതിയുടെ ആത്മാഹുതി അറിഞ്ഞ പരമശിവൻ കോപകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. ഭഗവാന്റെ ജടയിൽ നിന്ന് ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ് അറുത്തെടുത്തു. മഹാദേവന്റെ കോപം അപ്പോഴും അടങ്ങിയില്ല. ഇത് കണ്ട് പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു. ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിച്ച് യാഗം മുഴുവിപ്പിച്ചു. ഇത്രയും നടന്ന ഇടമാണ് ഇന്നത്തെ കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് വിളിക്കുന്നത്. ഭഗവത് പത്നിയും ദക്ഷ പ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറയ്ക്കൽ തറയെന്നും വിളിക്കുന്നു. ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവൻചിറയെന്നാണ്. രുതിരമൊഴുക്കിയ ചാലാണ് പിന്നീട് തിരുവൻചിറയായി പരിണമിച്ചത്. കൊട്ടിയൂരിലേക്ക് ഭക്തരെത്തുന്നത് വൈശാഖോത്സവത്തോടെയാണെന്ന് പറഞ്ഞല്ലോ. ഇനി ആ നാളുകളിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും നടക്കുക. വൈശാഖോത്സവ കാലമാകുമ്പോഴേക്കും മഴയെത്തും. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. നിത്യപൂജകളെന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം. പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്.
പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലം വരവ്, കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ. തിരുവോണം, രേവതി, അഷ്ടമിരോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് ഇവിടെ നടക്കുക. ഈ ആരാധനകൾ ഉപാംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുമ്പും മകം നാൾ ഉച്ച ശ്രീകോവിലിന് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും യക്ഷയാഗ ചരിതവുമായി ബന്ധമുണ്ട്. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെടുത്ത ശേഷമാണ് തലയറുത്തത്. ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി. ഈ ദീക്ഷയാണത്രേ ഓടപ്പൂക്കൾ പ്രതിദാനം ചെയ്യുന്നത്. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമൊക്കെ ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവ്വൈശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. കൊട്ടിയൂരിൽ ഇപ്പോഴും ഓടപ്പൂവുകൾക്ക് നല്ല മാർക്കറ്റാണ്. 2 മാസത്തിനുള്ളിൽ അടുത്ത വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൽ കൊടിയേറും. അപ്പോഴേക്കും ചൂട് ശമിക്കും. മഴ നമ്മുടെ ഭൂമിയെ നനച്ചു തുടങ്ങും. ആ നനവിൽ നിരവധി ഭക്തർ പുഴ കടന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കും. പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞ വെള്ളത്തെ വകഞ്ഞുമാറ്റി മനസ്സു നിറഞ്ഞ് ഭഗവാനെയും ദേവിയെയും തൊഴുതു മടങ്ങും. മറ്റൊരു വൈശാഖ മഹോത്സവത്തിന് മടങ്ങി വരാമെന്ന വാക്ക് ഭൂപ്രകൃതിക്ക് നൽകിയാണ് ഓരോ ഭക്തനും പുഴ കടക്കുക. കേരളത്തിലെ ഇത്തരം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.